കൂടിയാണെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ആ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി അനേക കാര്യങ്ങള് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനുമായിട്ട് സാധിക്കുന്നുണ്ട്. അതിനാധാരമായിട്ട് ഒന്ന് രണ്ട് വാക്യങ്ങള് ഞാൻ ഇന്ന് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആദ്യമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ആദ്യം വായിക്കുകയാണ്. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു. ഇന്ന് ഭൗതികമായി സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ അനേകര് അതിനു വേണ്ടി മാത്രം ഓടുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് സ്വാഭാവികമായി നമ്മൾ കാണുന്ന മനുഷ്യരുടെ ജീവിതത്തിലെല്ലാം ഭൗതികമായ നിക്ഷേപം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് ഓടുന്നവരാണ്, അതിനു വേണ്ടി മാത്രം. എന്നാൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അത് മാത്രമല്ല, ദൈവ വിഷയമായി സമ്പന്നരാകുക. ആ വിഷയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. എന്നാൽ അടുത്തതായിട്ട് ഒരു വാക്യം കൂടി ഞാൻ വായിക്കുകയാണ്. അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. ഈ രണ്ട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അല്പസമയം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനയോടുകൂടെ ദൈവമക്കള് ആയിരിക്കണമേ. പ്രിയ ദൈവമക്കളെ, ഇതില് പഴയ നിയമത്തിൽ നിന്ന് ഒരു ഭാഗവും പുതിയ നിയമത്തിൽ നിന്ന് മറ്റൊരു ഭാഗവും ഞാൻ അല്പസമയം ദൈവമക്കളോട് ചൂണ്ടിക്കാണിക്കാം. ഒന്നായിട്ട് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവ വിഷയമായി സമ്പന്നനായി ജീവിക്കേണ്ടതിനെ കുറിച്ച് കർത്താവ് അവിടെ തന്റെ മക്കളെ പഠിപ്പിക്കുന്നതാണ്. ഇതിനാധാരമായിട്ട് പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുത്തു തരുവാൻ എന്റെ സഹോദരനോട് പറയണം എന്ന് ഒരുവൻ വന്ന ഈ കർത്താവിനോട് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ ന്യായകർത്താവും പങ്കിടുന്നവനുമാക്കുന്നുവോ എന്നെല്ലാം ചോദിച്ചതിന് ശേഷം ഈ കാര്യങ്ങളെ, കാരണം അവന് ഈ ലോകത്തിലെ ചില സമൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അവനോട് അതിന്റെ 15-ാം വാക്യത്തില് കർത്താവ് അവനോട് പറയുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവൻ ജീവന് ആധാരമായിരിക്കുന്നത്. ജീവന് ആധാരമായിരിക്കുന്നത് ഭൗതിക വളർച്ചയല്ല, ആധാരമായിരിക്കുന്നത് എന്താണ്? അത് ആത്മീക വളർച്ചയാണ് എന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ വകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഈ ലോകത്തിൽ എത്ര വസ്തുവകകൾ നേടിയാലും അതൊന്നും അവന്റെ ജീവന് ആധാരമല്ല. ഇന്നത്തെ നമ്മുടെ ഒരു ന്യൂസ്, ഇന്നത്തെ വാർത്തകള് എന്ന് ടി വി തുറന്നാൽ, ന്യൂസ് ചാനൽ തുറന്നാൽ കേൾക്കുന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം കുവൈത്തിൽ സംഭവിച്ച മരണങ്ങൾ. എത്രയോ പേരാണ് നമ്മുടെ കേരളത്തിലുള്ളവര്, പ്രിയ ദൈവമക്കളെ, ഇന്ന് ഓരോ കുടുംബങ്ങൾ കണ്ണുനീരായി കിടന്നുറങ്ങിയവർ അല്ലേ? ഒന്ന് ഓർത്തു നോക്കി, എത്രയുണ്ട് മനുഷ്യന്റെ ജീവിതം എന്നുള്ളത്. ഇന്ന് മനുഷ്യൻ നേടിക്കൂട്ടുന്നതെല്ലാം ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമാകും. സ്വപ്നം കണ്ടിരുന്നതെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ. മനുഷ്യന്റെ ജീവിതം ഇത്ര മാത്രമേ ഉള്ളൂ
അതുകൊണ്ട് അവിടെ പറയുകയാണ്, ഒരു മനുഷ്യൻ, കർത്താവ് ഒരു ഉപമ അവരോട് പറയുകയാണ്, ഒരു മനുഷ്യന് അവന്റെ ഭൂമി നന്നായി വിളഞ്ഞു, ധനവാനായ ഒരു മനുഷ്യൻ. അവനോട് തന്നെ പറയുകയാണ്, അതിനുശേഷം അതിന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ അവൻ പണിയാണ്. കാരണം അത് കൂട്ടിവെക്കാൻ പോലും സ്ഥലമില്ലാതെ. അതിനുശേഷം അവനോട് തന്നെ പറയുകയാണ്, എന്താണെന്നറിയാമോ? ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അവനോട് തന്നെ പറയുക, ഓ എനിക്കിനി വേണ്ടുവോളമുണ്ടല്ലോ, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. സ്തോത്രം. അപ്പോൾ കർത്താവ് അവനോട് പറയുന്ന ഒന്നുണ്ട്. എന്താണ് അവനോട് പറയുന്നത്? മൂഢ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഈ ഒരുക്കി വെച്ചതെല്ലാം ആർക്കാകും? കഴിഞ്ഞ ദിവസം ഒരു രാത്രിയിൽ എത്രയോ പേരാണല്ലേ രാത്രിയിൽ ഉറങ്ങിക്കിടന്നവർ, ആ ഉറക്കത്തിൽ തന്നെ മരിച്ചുപോയവർ എത്രയോ പേർ. പ്രിയ ദൈവമക്കളെ, ഇന്നും നാം ജീവിക്കുകയാണ്, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. എന്നാൽ ഈ വാക്യങ്ങൾ പറയുമ്പോൾ, ഞാൻ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, ആശ്വസിക്കുന്നത് തെറ്റാണോ? തിന്നുന്നത് തെറ്റാണോ? കുടിക്കുന്നത് തെറ്റാണോ? ആനന്ദിക്കുന്നത് തെറ്റാണോ? നീയോടെ സ്തോത്രം. ഇതൊന്നും തെറ്റായിട്ടല്ല കർത്താവ് പഠിപ്പിക്കുന്നത്. പക്ഷേ പ്രിയ ദൈവമക്കളെ, നാം ഒന്നാം സ്ഥാനം എന്തിനു കൊടുക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മുടെ പ്രയോറിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ അതിനുശേഷം പറയുകയാണ്, ദൈവ വിഷയമായി സമ്പന്നനാകാതെ, ദൈവ വിഷയമായി സമ്പന്നനാകാതെ. നമ്മളത് ഓർക്കണം കേട്ടോ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഞാൻ ദൈവ വിഷയമായി ഇന്ന് സമ്പന്നനാണോ എന്റെ ജീവിതത്തിൽ? ദൈവ വിഷയമായി എനിക്ക് സമ്പന്നനാകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതോ ഞാൻ ഇന്നും ആ പോകുന്ന ഒരു രീതിയിൽ തന്നെയാണോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ദൈവ വിഷയമായി ഒരാത്മീക വളർച്ചയുണ്ടോ? വീണ്ടും പറയുകയാണ്, സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ആ വ്യക്തിയെ, മൂഢനായ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, തനിക്ക് തന്നെ നിക്ഷേപം സ്വരൂപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഇന്ന് പ്രിയ ദൈവമക്കളെ, ദൈവ വിഷയമായി എന്തെങ്കിലും നിക്ഷേപം നമുക്ക് സ്വർഗത്തിൽ സ്വരൂപിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്ന പ്രിയ ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ഈ ഭൂമിയിൽ ദൈവം നൽകി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ അത് ദൈവ വിഷയമായ സമ്പത്തായി മാറ്റുവാൻ തക്കവണ്ണം, ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം, ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന നന്മകൾ, ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ, അത് ദൈവ വിഷയമായി സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ, സ്വർഗീയ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ. സ്തോത്രം. അങ്ങനെ ചെയ്യുന്ന ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീക വളർച്ചയുടെ പടികൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാ 1 ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം നമ്മൾ വായിക്കും. പഴയ നിയമത്തിൽ പ്രിയ ദൈവമക്കളെ, അവിടെ ശമൂവേൽ ബാലനെ കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ 2 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന്, ആ സംഭവത്തിൽ നിന്ന്. നാം മാത്രം വളർന്നാൽ പോരാ, നമ്മുടെ മക്കളെയും ആത്മീകമായി വളർത്തേണ്ടത് ആവശ്യമാണ്. ഇന്ന് ആത്മീകമായി തങ്ങളുടെ മക്കളെ പലപ്പോഴും വളർത്തുവാനായിട്ട് അനേകർക്ക് സാധിക്കാറില്ല. എന്നാൽ ആത്മീകമായി തന്റെ മക്കളെയും വളർത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം വളരെ വ്യക്തമായി ആ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം കേട്ടോ.
അതിന്റെ 26-ാം വാക്യം മുതൽ 25-ന്റെ മുകൾ ഭാഗം മുതൽ വായിക്കുകയാണ്. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചതുകൊണ്ട് അവർ അപ്പന്റെ വാക്ക് കൂട്ടാക്കിയില്ല. വീണ്ടും പറയുക, ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. ശമൂവേൽ ബാലനെ കുറിച്ചും അതുപോലെ ഏലി പ്രവാചകന്റെ, ഏലി പുരോഹിതന്റെ മക്കളെ കുറിച്ചുമാണ് അവിടെ കാണുന്നത്. ശമൂവേൽ ബാലനെ കുറിച്ച് പറയുന്നത്, ശമൂവേൽ ബാലൻ ആരാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ശമൂവേൽ ബാലൻ ഈ ഏലി പുരോഹിതന്റെ അടുക്കൽ വന്നതെന്നും നമുക്കറിയാം. പ്രിയ ദൈവമക്കളെ, അവിടെ ശമൂവേൽ ബാലൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റു ചിലരുമുണ്ട്. അതാരെന്നറിയാമോ? ഏലി പുരോഹിതന്റെ മക്കളുണ്ട്. ഈ മക്കളും ശമൂവേൽ ബാലനോട് കൂടെ തന്നെ അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ വ്യത്യാസമാണ് മുകളിലുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്തൊക്കെയാണെന്നറിയാമോ? ഈ അവിടെ ബലി നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ യാഗം കഴിക്കുന്നതിന് വേണ്ടി ആളുകൾ യാഗവസ്തുവുമായി അവിടെ കടന്നു വരും. അപ്പോൾ ഈ ഏലി പുരോഹിതന്റെ മക്കള് മുന്നമേ തന്നെ കടന്നു ചെന്ന് അവരുടെ ആളുകളെ അയച്ചിട്ട് മുപ്പല്ലി കൊണ്ട് ഇത് വേവുന്നതിന് മുൻപേ തന്നെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകും. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മറ്റെന്താ ചെയ്തതെന്നറിയാമോ? അവർ കടന്നുപോയി ഇത് യാഗം കഴിക്കുന്നതിന് മുൻപേ തന്നെ അവർ പറയുകയാണ്, പുരോഹിതൻ എന്ത് വേണം എന്ന് പറഞ്ഞാൽ ഏലി പുരോഹിതന്റെ മക്കളും പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ് എന്ന് ഓർത്തുകൊള്ളണം. അവർ സാധാരണക്കാരല്ല പ്രിയ ദൈവമക്കളെ. അവർ ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പുരോഹിത വർഗമായി ജീവിക്കുന്നത് പോലെ ഏലി അന്ന് ലേവ്യ പൗരോഹിത്യത്തിൽപ്പെട്ട ഏലി പുരോഹിതന്റെ മക്കളും അവരും പുരോഹിതന്മാരാണ്. അവർ ആ സമയത്ത് ദൈവത്തെ ഭയപ്പെടാതെ അവർ ചെന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് എന്ത് വേണം? പച്ചമാംസം ഞങ്ങൾക്ക് വറുക്കുവാനായിട്ട് വേണം. അപ്പോൾ അവര് പറയുകയാണ്, അയ്യോ ഞങ്ങൾ യാഗം കഴിച്ചില്ലല്ലോ, യാഗം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് തരാം. പക്ഷെ അവർ പറയുകയാണ്, അല്ലല്ല, അങ്ങനെയല്ല, ഇപ്പോൾ തന്നെ ഞങ്ങൾക്കത് വേണം. നിങ്ങളത് പോയി വായിച്ചാൽ മതി, ആ ഭാഗങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അതിനുശേഷം അത്രമാത്രമോ, വീണ്ടും പാപത്തിന് വേണ്ടി ദൈവഭയമില്ലാതെ പാപത്തിലേക്ക് അവരെ തന്നെ അഴിച്ചുവിടുന്ന അനുഭവമാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. കൃപാസനത്തില് അവിടെ വേല ചെയ്യുന്ന, സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുന്ന ചില സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധം പുലർത്തുവാൻ വരെ ഈ പുരോഹിതന്റെ മക്കൾ ശ്രമിക്കുന്നതും കടന്നു പോകുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോഴേ ഏലി പുരോഹിതൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്റെ മക്കളുടെ അടുക്കിലേക്ക് ചെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്: മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് അപേക്ഷിക്കാം, എന്നാൽ ദൈവത്തോട് പാപം ചെയ്താൽ മക്കളെ ആരോട് അപേക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനായിട്ട് ഈ പുരോഹിതൻ തന്റെ മക്കളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇത്രമാത്രം കഠിനമായി അവരുടെ പാപങ്ങൾ മുന്നോട്ട് കടന്നു പോയത് കൊണ്ട് ദൈവം അവരെ കൊല്ലുവാൻ, ഇവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് അവരുടെ അപ്പന്റെ വാക്കുകൾ അവർ കേട്ടില്ല. ഇന്ന് അനേക മക്കളെ നമുക്ക് കാണാം, അപ്പനമ്മമാരുടെ വാക്കുകൾ കേൾക്കാതെ പോകുന്നവർ. ഞാനിത് വായിച്ചപ്പോൾ ഒരു കാര്യം ചിന്തിച്ചത് ഇപ്രകാരമാണ്: ദൈവവും തള്ളിക്കളഞ്ഞ ഒരു തലമുറ, അല്ലെങ്കിൽ ദൈവവും തള്ളിക്കളഞ്ഞ ഒരു ജീവിതം, ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവിതം, അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരരുത്. അതാരുടെയും ജീവിതത്തിൽ കടന്നു വരരുത്. ദൈവത്താൽ പോലും ഈ ലോകം ചിലപ്പോൾ തള്ളിക്കളഞ്ഞേക്കാം, ലോകം ചിലപ്പോൾ ദുഷിച്ചേക്കാം, എന്നാൽ ദൈവത്താൽ കൈവിടപ്പെട്ടു പോയ ഒരു ജീവിതമായി ആരുടെയും ജീവിതം മാറിപ്പോകരുത്. പക്ഷെ അവിടെ ശമൂവേൽ ബാലനെ കുറിച്ച് പറയുകയാണ്, എന്നാൽ ശമൂവേൽ ബാലനോ, അവൻ എങ്ങനെയാ ദൈവത്തിനും മനുഷ്യർക്കും
പ്രീതിയുള്ളവനായി അവൻ വളർന്നു വന്നു. സ്തോത്രം. അവന്റെ ഒരു വളർച്ചയുണ്ടായിരുന്നു. ഒരു കൂട്ടർ താഴോട്ട് പോകുമ്പോൾ ആത്മീക ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അനേകർ താഴോട്ട് കടന്നു പോകുമ്പോൾ ഇതാ മറ്റൊരു ബാലൻ, നന്ദിയോടെ സ്തോത്രം, അവൻ ആത്മീകമായി മുന്നോട്ട് വളർന്നു പോകുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വളർച്ചയുടെ അനേക പടികളെ കുറിച്ച് നമുക്കുണ്ട്. 15 മിനിറ്റിനുള്ളിൽ പ്രിയ ദൈവമക്കളെ പെട്ടെന്ന് തന്നെ കൊലോസ്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. കൊലോസ്യ ലേഖനത്തില് നാം ചിന്തിക്കുന്ന ആ ഭാഗം വളരെ അനേക ആശയങ്ങളാണ് നമുക്ക് നൽകി തരുന്നത്. എങ്ങനെയാണ് നമുക്ക് ഒരു വളരുവാനായിട്ട് സാധിക്കുന്നതെന്ന്. ഇന്ന് ഒരു ക്രിസ്ത്യൻ ജീവിതത്തിലെ ഒരു കുഞ്ഞിനെ വളരുവാനായിട്ട് പ്രിയ ദൈവമക്കളെ എന്തെല്ലാമാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്? അവരെ സൺഡേ സ്കൂളിൽ വിടും, അല്ലെ? എല്ലാ ഞായറാഴ്ചയും അവരെ പള്ളിയിൽ കൊണ്ടുവരും. പിന്നെ കുഞ്ഞുങ്ങളോട് കൂടെ വീട്ടിലിരുന്ന് വചനം അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥന നടത്തും. അവർ ഒരുമിച്ച് വീണ്ടും ഈ കുഞ്ഞുങ്ങളുമായിട്ടെല്ലാം ചിലപ്പോൾ വചനങ്ങളെല്ലാം അവര് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ യഥാർത്ഥമായി രക്ഷയുടെ അനുഭവത്തിലുള്ള മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു ക്രിസ്തീയ മാതൃകയുള്ള ജീവിതം കാണിച്ചു. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ ഇവിടെ കൊലോസ്യ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അവിടെ പലവിധമായ, ഇന്ന് നാം കാണുന്നത് പോലെ പലവിധമായ ദുരാചാരങ്ങളാലും അതുപോലെ തെറ്റായ ഉപദേശങ്ങളാലും നിറയപ്പെട്ട ഒരു കൊലോസ്യ സഭ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം ദുരുപദേശങ്ങൾ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. കൊലോസ്യ സഭ സ്ഥാപിക്കുന്നത് തന്നെ പൗലോസ് അപ്പോസ്തലനല്ല. അതിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ എഫെസോസില് കടന്നു വന്ന പൗലോസ് അപ്പോസ്തലൻ അവിടെ ദൈവവചനം പ്രസംഗിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോൾ ഒരു 100-150 കിലോമീറ്റർ ദൂരെ നിന്ന് ഈ എഫെസോസിലേക്ക് കൊലോസിയയിൽ നിന്ന് കടന്നു വന്ന എപ്പഫ്രാസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ മക്കള്, എപ്പഫ്രാസും അതുപോലെ ചിലരുണ്ടായിരുന്നു. അതിൽ ഈ എപ്പഫ്രാസ് ഈ പൗലോസിലൂടെ ദൈവവചനം കേട്ടതിന് ശേഷം അവൻ ആത്മാവിൽ നിറഞ്ഞവനായി അവൻ കൊലോസിയിലേക്ക് കടന്നുപോയി കൊലോസിയിൽ ഈ സഭ സ്ഥാപിക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് അതിന്റെ 2-ാം അധ്യായത്തിന്റെ തുടക്ക ഭാഗങ്ങളിലെല്ലാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാല്, അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ നിങ്ങളിൽ പലരുടെയും മുഖം കണ്ടിട്ടില്ല, എങ്കിലും അവർക്ക് വേണ്ടി കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുകയാണ് കൊലോസ്യ സഭയിലുള്ളവർക്ക്. ഇത് എഴുതുന്നതിന്റെ പശ്ചാത്തലം തന്നെ അവിടേക്ക് കടന്നു വന്ന ദുരുപദേശങ്ങളാണ്. ആ ദുരുപദേശങ്ങളെ കുറിച്ച് 6-7 ദുരുപദേശങ്ങളെ കുറിച്ച് തന്നെ പ്രിയ ദൈവമക്കളെ ഈ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ച് ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒന്ന്, അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ 4-ാം വാക്യം എന്നിടത്തെ ബൈബിള് നിങ്ങളെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം ഒന്ന് തുറന്ന് അതിന്റെ വാക്യങ്ങൾ ഒന്ന് നോക്കിക്കുക. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്? ഈ ആത്മീക വളർച്ചയെ കുറിച്ചും ഈ ലേഖനം എഴുതുന്നതും വശീകരണ വാക്കുകൾ കൊണ്ട് ഇന്ന് നമ്മെ ചതിക്കുന്ന അനേകരുണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് പ്രിയ ദൈവമക്കളെ. വശീകരണ വാക്കുകൾ കൊണ്ട് ചതിക്കാനായിട്ട് കടന്നു വരുന്നത്. ഹവ്വായെ എങ്ങനെയാണോ പിശാച് ഉപായത്താൽ ചതിച്ചത്, വശീകരണ വാക്കുകൊണ്ട് ചതിച്ചത്, അതുപോലെ നമ്മെയും ചതിക്കുവാനായി പൈശാചികൻ പല മനുഷ്യരാലും നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മളെ ചതിക്കും. സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും 2-ാമത്തെ കാര്യം എവിടെയാ പറയുന്നതെന്ന് അറിയാമോ? അതിന്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്. അവിടെ എന്താണ്? തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. എന്താ തത്വജ്ഞാനവും വെറും വഞ്ചനയും? ഇന്ന് എവിടെ പോയാലും
കേൾക്കുന്നത് എന്താണെന്നറിയാമോ? ഫിലോസഫി, അല്ലെ? തത്വജ്ഞാനം. അനേക യുവജനങ്ങളോട് ഈ സുവിശേഷം ഒന്ന് പറഞ്ഞാല് എന്താണ്? അവർ തത്വജ്ഞാനവുമായി വരും. സ്തോത്രം. വിശ്വാസമില്ലാതെ തത്വജ്ഞാനവുമായി വരുന്നവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫിലോസഫി ആയിട്ട്. പ്രിയ ദൈവമക്കളെ, ഈ ഫിലോസഫി പറഞ്ഞുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. സ്തോത്രം. ഇന്ന് നാം കേൾക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദൈവവചനമാണ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഇത് വിശ്വാസത്താൽ നേടിയെടുക്കേണ്ട ഒന്നാണ്. ഇതൊരിക്കലും ഒരു തത്വജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. ദൈവത്തിന്റെ വചനവും ഈ വിശ്വാസവും എന്നുള്ളത്, ഇത് വിശ്വാസത്താൽ ആർക്ക് ദൈവത്തിന്റെ ആത്മാവ് നൽകി തരുന്നോ അവർക്ക് ലഭിക്കുന്ന മർമ്മങ്ങളാണ് ഈ ദൈവത്തിന്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അതിന്റെ 16-ാം വാക്യം അവിടെ നമുക്ക് കാണാം. 16-ാം വാക്യം. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ആന്റി. ഇവിടെ എന്താന്ന് വെച്ചാൽ, അതുകൊണ്ട് അടുത്ത മൂന്നാമത്തെ ഒരു ദുരുപദേശം കടന്നു വരുന്ന കേട്ടോ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ ഇന്ന് അനേകം നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊന്നും ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് എന്ത് കഴിക്കാം, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാല്, ഈ ശരീരത്തിന്, ദൈവത്തിന്റെ മന്ദിരത്തിന് ദോഷം വരുന്നതൊന്നും നമുക്ക് കഴിക്കാനായിട്ട് പാടില്ല. അതൊരു കോമൺ ആയിട്ടുള്ളതാണ്. എന്നാൽ ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചും പെരുന്നാൾ കേട്ടോ, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇന്ന് അനേകര് ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളുടെ പുറകെയാണ് വിശ്വാസത്തിന്റെ കാര്യത്തിന് വേണ്ടി 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് പോകുന്നത്, അല്ലെ? എന്നാൽ ഈ കാര്യങ്ങളാലൊന്നും ആരും നിങ്ങളെ ചതിക്കരുത്. 4-ാമത്തെ കാര്യം അവിടെ പറഞ്ഞത് 18-ാം വാക്യം. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. എങ്ങനെയുള്ളവർ? ദൂതന്മാര്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസി. നമ്മൾ ഈ താഴ്മയിലും എന്ന് പറയുമ്പോൾ താഴ്മ വേണ്ടേ എന്ന് പറയും. പക്ഷെ ഈ ചില ആളുകള് നമ്മളെ ചതിക്കുവാനായിട്ട് വരുന്നത് ഒരു എന്താ പറയുന്നതെന്നറിയാമോ? ചതിക്കാനായിട്ട് പലപ്പോഴും വരുന്നത് അവര് സിംഹം പോലെയൊന്നും അല്ല കയറി വരുന്നത് കേട്ടോ. അവർ ചതിക്കാനായിട്ട് വരുന്നത് ഭയങ്കര താഴ്മ അഭിനയിച്ചുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. താഴ്മയിലും അതുപോലെ ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനം പ്രാപിച്ചുകൊണ്ട്, എനിക്ക് ഈ ദർശനം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവര്, ഇന്ന് അനേക ദർശനങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട്. ദൂതന്മാരെയും മറ്റ് പലതിനെയും ആരാധിച്ചുകൊണ്ട്, ഇതിനെ നമുക്ക് ആരാധിക്കാം, ദൂതന്മാരെ ആരാധിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് പുണ്യാളന്മാരെ ആരാധിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന അനേകരുണ്ട്. ഇവരൊന്നും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. ഇവരാലൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും, എന്താണ് തലയെ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്? വിരുത് തെറ്റിക്കരുത്, ലക്ഷ്യം തെറ്റിക്കരുത്. സ്തോത്രം. അതെപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളാണ് അവരുടെ ഇടയിൽ കടന്നു വന്നത്. വീണ്ടും 21-ാം വാക്യം. മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ആമേൻ. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ദുരുപദേശമായിട്ട് കാണുന്നത്. ദൈവമക്കളെ, ഞാൻ പെട്ടെന്ന് തന്നെ പോകട്ടെ. ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷനിലാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യയിലുള്ള സഭയ്ക്ക് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്, ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ലേഖനം എഴുതുന്നത്. ലേഖനം എഴുതുമ്പോൾ അവിടെ ആത്മീക വളർച്ചയ്ക്ക് അടിസ്ഥാനമായ ചില കാര്യങ്ങൾ അവിടെ പറയുകയാണ്. പെട്ടെന്ന് ഓടിച്ച് ഞാൻ ആ വിഷയം
മുന്നോട്ട് കടന്നുപോയി സമയത്ത് തന്നെ നിർത്തിക്കൊള്ളാം. എന്താണെന്നറിയാമോ? 6-ാം വാക്യം ഇങ്ങനെയാ പറയുന്നേ: ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ. സ്തോത്രം. ഒന്നാമത്, ഒരുവൻ ആത്മീകമായി വളരണമെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ ദൈവത്താൽ ജനിക്കേണ്ടത് ആവശ്യമാണ്. അവൻ ജനനം ജനിക്കാത്ത ഒരു കുഞ്ഞ് എങ്ങനെയാണ് വളരുന്നത്? സ്തോത്രം. എങ്ങനെയാണ് വളരുന്നത് ജനിക്കുന്നത് എന്നറിയാമോ? അവൻ ജനിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോഴാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഒന്ന് പറഞ്ഞേ, ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. അതെങ്ങനെയാണ് സാധിക്കുന്നത് ജീവിതത്തില്? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളില് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. കർത്താവിനെ ക്രിസ്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അല്ലെ? ഹൃദയം കൊണ്ട് അവനെ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയണം. സ്തോത്രം. അവൻ എന്റെ കർത്താവും അവൻ എന്റെ രക്ഷിതാവുമാണ് എന്ന് പ്രിയ ദൈവമക്കളെ നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയണം. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവനെ കൈക്കൊള്ളണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കുമാണ്. കൈക്കൊള്ളുക എന്നുള്ളത് പറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോകും. പക്ഷെ ഇത് നടക്കുന്നത് ആ യേശുവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. പ്രിയ ദൈവമക്കളെ, ഇത് നടക്കുന്നത് ഒരു അനുഭവമാണ്. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്. കണ്ണുനീര് വാർത്തുകൊണ്ട്, ഞാൻ കരഞ്ഞുകൊണ്ട് എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കൂട്ടായ്മയുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ ലഭിച്ച അനുഭവത്തെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് ഓർത്തുകൊള്ളണം, എനിക്ക് ഈ കർത്താവിനെ കൈക്കൊള്ളുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ കൈക്കൊണ്ട അനുഭവത്തിലാണോ ഇന്നും നടക്കുന്നത്? എന്റെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടോ എന്നുള്ളതും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതെയോ അങ്ങനെ തന്നെയാണോ? അതെയോ എനിക്ക് വളർച്ച പ്രാപിച്ചു? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കൈക്കൊണ്ടതുപോലെ എന്ത് ചെയ്യണം? അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അനേകർ ചോദിക്കും, ഏത് കൂട്ടായ്മയിലാ? ഏത് കൂട്ടായ്മയിൽ പെട്ടവരാണെന്ന് ചോദിക്കും, അല്ലെ? നിങ്ങൾ ഏത് കൂട്ടായ്മയുടെ അംഗമാണെന്ന് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും. പ്രിയ ദൈവമക്കളെ, നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ ബാക്കി വിഷയങ്ങൾ ഇത്രമാത്രം ഈ കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബാക്കിയുള്ളത് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം കേട്ടോ. നന്ദിയോടെ സ്തോത്രം. ഈ കൂട്ടായ്മ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഏത് നമ്മളോട് ചോദിക്കും, ഏത് കൂട്ടായ്മയിൽ പെട്ടതാ, അല്ലെ? നമ്മൾ പറയും ചിലപ്പോൾ, ഞാൻ ഇവാഞ്ചലിക്കൽ കൂട്ടായ്മയിലാണ്, ഞാൻ പെന്തക്കോസ് കൂട്ടായ്മയിലാണ്, ഞാൻ യാക്കോബായ കൂട്ടായ്മയിലാണ്. അല്ലെങ്കിൽ കർത്താവ് ചോദിക്കുന്നത് ഈ കൂട്ടായ്മയെ കുറിച്ചൊന്നുമല്ല. നന്ദിയോടെ സ്തോത്രം. നമ്മൾ ഏത് കൂട്ടായ്മയിൽ, ഈ ഭൂമിയിലുള്ള ഒരു സഭാവിഭാഗത്തെ കുറിച്ചോ ഒരു കൂട്ടായ്മയെ കുറിച്ചല്ല ദൈവം നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത്, നിങ്ങൾ അവനെ കൈക്കൊണ്ടതുപോലെ ആരുടെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്നാ പറയുന്നേ? അവന്റെ കൂട്ടായ്മയിൽ. എന്താ പറയുന്നേ? അവന്റെ കൂട്ടായ്മയിൽ. സ്തോത്രം. അവന്റെ കൂട്ടായ്മയിൽ, യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ. 1 യോഹന്നാൻ 1:3. 1 യോഹന്നാൻ 1:3 ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? അവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഇപ്രകാരമായി, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ ആവശ്യമാണ്. അതിനുശേഷം പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നമ്മുടെ കൂട്ടായ്മ ആരോടാ? പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യം അവിടെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ
വിളിച്ച ദൈവം വിശ്വസ്തൻ. സ്തോത്രം. നമ്മെ അവന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ വിശ്വസ്തനായി നമ്മളോട് കൂടെയുണ്ട്. അവൻ കൈവിടാത്തവനായി നമ്മളോട് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ചിന്ത ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട വസ്തുത ഇങ്ങനെയാണ്: എനിക്ക് ഇന്ന് ആത്മീകമായി വളരുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ബാക്കി ഭാഗങ്ങള് ഇനി എന്തെങ്കിലും അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതിനെ കണ്ടിന്യൂ ആയിട്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനോട് പറയണം: കർത്താവേ, എന്റെ ജീവിതത്തില് ദൈവ വിഷയമായി സമ്പന്നനാകുവാൻ നീ എന്നെ സഹായിക്കണം. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപം സ്വരൂപിക്കുന്നവന്റെ കാര്യം അത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിക്കും. അതുകൊണ്ട് നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനോട് പറയാം: ദൈവമേ, നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ വസ്തുവകകളൊന്നുമല്ല എന്റെ ജീവൻ ആധാരമായിരിക്കുന്നത്, മറിച്ച് എന്റെ വിശ്വാസമാണ്. എന്നെ വിശ്വാസത്തിൽ വളർത്തേണമേ, എന്നെ ആത്മീയമായി വളർത്തേണമേ. കർത്താവിന്റെ ശിഷ്യന്മാര് കർത്താവിനോട് എന്നെ പറഞ്ഞെന്നറിയാമോ? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ നീ എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. കർത്താവിനോടൊന്ന് പറയണം: കർത്താവേ, ഞാൻ ഈ നിന്ന നിലയിൽ ഇങ്ങനെ നിൽക്കുവാനല്ല, എനിക്ക് ആത്മീകമായി വളരണം. ഓരോ ദിവസവും ആത്മീകമായി വളരണം. ഈ വളർച്ച നിൽക്കുന്ന ഒരു ദിവസമുണ്ട്, സ്തോത്രം. പിന്നെ വളരാനായിട്ടൊരു അവസരവുമില്ല. പക്ഷെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലാണ്. പാളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക, പാടുപെട്ട യേശുവിന്റെ നിന്ന ചുമക്കാം. നിൽക്കും നഗരം ഇല്ലീവിടെ പോർക്കളത്തിലത്രേ, നാം നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം. നിൽക്കും നഗരം ഇല്ലീവിടെ പോർക്കളത്തിലത്രേ, നാം നിൽക്ക വേണ്ട പോർ പൊരുതു യാത്ര തുടരാം. വേഗം യാത്ര തുടരാം. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർഗുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. നാടുവിട്ടു വീടു വിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ